പാലാ KSRTC ഡിപ്പോയിൽ നിന്നും ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കുവാനും പ്രധാന റൂട്ടുകളിലെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുമുള്ള നീക്കത്തിൽ പ്രതിഷേധമുയരുന്നു. സർവീസ് ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ പറഞ്ഞു. പ്രവർത്തന മികവിലും വരുമാനത്തിലും കളക്ഷനിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന പാലാ KSRTCയുടെ മോഡൽ ഡിപ്പോയായിരുന്ന പാലായിലെ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒന്നൊന്നായും ചെയിൻ സർവീസുകൾ ഭാഗികമായും തുടരെ ഇല്ലാതാക്കുവാൻ ഡിപ്പോ അധികൃതർ കൂട്ടുനിൽക്കുന്നതായാണ് ആക്ഷേപമുയരുന്നത്. പുതിയ സർവീസുകൾ നേടിയെടുക്കുവാനോ പുതിയ ബസ്സുകൾ കൊണ്ടുവരാനോ ഡിപ്പോ അധികൃതർ ബോധപൂർവം ശ്രമിക്കുന്നില്ല. സർവീസുകൾ നിർത്തലാക്കുക വഴി നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാവുകയാണെന്നും വൻകിട കോൺട്രാക്ട് ക്യാരേജ് ഓപ്പറേറ്റർമാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് ഉത്സവ സീസണുകളിൽ തന്നെ ദീർഘദൂര സർവീസുകൾ പടിപടിയായി പിൻവലിച്ചുകൊണ്ടിരിക്കുന്നതെന്നും യൂത്ത് ഫ്രണ്ട് ആരോപിച്ചു. പാലായിലെ വിവിധ ഉന്നത പഠന പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പാലായിലേക്കുള്ള സുരക്ഷിത യാത്രാ സൗകര്യമാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. സർവീസ് ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ പറഞ്ഞു. ക്രിസ്മസ് പുതുവത്സര ആഘോഷ സമയത്ത് തന്നെ പാലാ KSRTCയിൽ നിന്നുള്ള പാലാ കൊന്നക്കാട് സർവീസ് നിർത്തലാക്കിയതിൽ വൻ പ്രതിഷേധമാണ് നാട്ടിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം, പാലായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുടിയേറ്റ മേഖല ഉള്ള മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുഗതാഗതമായ KSRTC ആണ്. ആ KSRTC യാതൊരു കാരണവുമില്ലാതെ പാലാ കൊന്നക്കാട് സർവീസ് നിർത്തലാക്കിയത് വലിയ ഒരു ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണെന്ന് ഞാൻ യൂത്ത് ഫ്രണ്ടും പാലാ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലായിൽ നിരവധി മലബാർ സർവീസുകളാണ് നിർത്തലാക്കിയിരിക്കുന്നത്. പാലാ പെരിക്കല്ലൂർ, പാലാ പഞ്ചിക്കൽ, അമ്പായത്തോട്, മാനന്തവാടി തുടങ്ങിയ നിരവധി സർവീസുകൾ യാതൊരു കാരണവുമില്ലാതെ നിർത്തലാക്കിയിരിക്കുകയാണ്. ഞങ്ങളിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ചീഫ് ഓഫീസറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് നിർത്തലാക്കിയിരിക്കുന്നതാണ്. ഇത് നമുക്കറിയാം, ഈ സ്വകാര്യ സർവീസുകളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു നടപടികളാണ് KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് ഫ്രണ്ടും രംഗത്തിറങ്ങുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ മുൻ MLA ആയിരുന്ന മാണി സാറിൻ്റെ കാലഘട്ടങ്ങളിൽ 104 സർവീസോളം പാലായിലുണ്ടായിരുന്നു. അന്ന് KSRTCയുടെ സൗത്ത് സോണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് ലഭിച്ചതിനുള്ള പലതവണ അവാർഡ് പാലാ KSRTCക്ക് ലഭിച്ചിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഏറെ പിന്നോട്ട് പോയി ഇന്ന് 68-70 സർവീസിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ ഇതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികൾ പൊതുജനങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് യൂത്ത് ഫ്രണ്ടും ഇതിന് മുൻകൈയിട്ട് ഇറങ്ങുമെന്ന് ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ്. ഉടൻ തന്നെ ഈ നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കൃത്യതയോടെ സർവീസ് നടത്തി വരുമാനം വർദ്ധിപ്പിച്ച ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കുന്നതിന് പകരം ഡിപ്പോയെ തളർത്തുന്നതിന് ബോധപൂർവം ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. വൈക്കം പാലാ സർവീസ് ഏകദേശം 16ഓളം സർവീസുകൾ ദിവസേന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5-6 സർവീസുകളായി കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏഴാച്ചേരി ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലയിലേക്കും ഇതിൻ്റെ KSRTCയുടെ ഈ സർവീസുകൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഇത് സ്വകാര്യ ബസ്സുകൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ സർവീസുകൾക്കോ വേണ്ടി ഇത് അട്ടിമറിക്കുന്നതാണോ അല്ലെങ്കിൽ ഈ പൊതുഗതാഗത സംവിധാനത്തെ അട്ടിമറിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് ഫ്രണ്ട് ശക്തമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് ഓർമ്മിപ്പിക്കുക. i4A ന്യൂസ് പാലാ.